തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മകളിൽ മുന്നോട്ട് വന്ന് മത്സരിക്കാനും ശ്രമിക്കുക. ഖുർആൻ പറഞ്ഞു വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നോട്ട് വന്നോളൂ. സാവകാശം കാണിക്കല്ലേ, നീ ധൃതിപ്പെട്ട് മുന്നോട്ട് വാ. ഫസ്തബിഖുൽ ഖൈറാത്ത്, സൽകർമ്മങ്ങളിൽ നീ സുഹൃതങ്ങളിൽ മുന്നോട്ട് കയറി വന്നോളൂ. ഖുർആനിന്റെ കൽപ്പനയാണ്. അമ്പിയാക്കന്മാരുടെ ഗുണങ്ങളൊക്കെ വിശദീകരിക്കുന്നിടത്ത് അത് കാണാം. യുസാരിഊന ഫിൽ ഖൈറാത്ത്, സുഹൃതങ്ങളിൽ മുന്നോട്ട് വന്ന് മത്സരിക്കുന്ന അവസ്ഥയുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ ഈ ശഅബാൻ ശ്രദ്ധിക്കണം. അത് 15 അന്നക്ക് കാത്തിരിക്കണ്ട. 13, 14, 15 അടക്കമുള്ള തിങ്കൾ വ്യാഴം അടക്കമുള്ള മറ്റെല്ലാ ദിനങ്ങൾ പോലെ സാധ്യമാകുന്ന യാത്ര സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ആയിഷ ബീവിയൊക്കെ പറയാറുണ്ട്, ഏകദേശം എല്ലാ ദിവസം എന്നതുപോലെ തോന്നിക്കുമാർ മിക്ക ദിവസങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നല്ല ശതമാനത്തോളം അവിടെ നിന്ന് നോമ്പുള്ളതായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്. എന്താ കാരണം? നോമ്പിനോളം മഹത്തുള്ള വലിയ സൽക്കർമ്മല്ല. അതുകൊണ്ട് ശഅബാനിൽ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് കർമ്മങ്ങൾ പോകുമ്പോൾ നല്ല നോമ്പുള്ള ദിവസങ്ങളായി പോകാൻ ആഗ്രഹിച്ചു. മൂന്നാമത്തെ കാര്യം, ജനങ്ങളെല്ലാവരും പൊതുവെ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് ശഅബാൻ. റജബാൻ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഉണരും, അതെന്താ പവിത്ര മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും ഉണരും, റമദാനാണ്. ശഅബാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വലിയ ശ്രദ്ധയില്ലാതെ പോണ മാസമാണ്. ഹദീസിൽ അങ്ങനെ തന്നെ പറഞ്ഞു, ദാലിക ഷഹ്റുൻ, അതൊരു മാസമാണ്. യഗ്ഫുലുന്നാസു അൻഹു ബൈന റജബിൻ വറമളാൻ, റജബിന്റെയും റമളാന്റെയും ഇടയിൽ ജനങ്ങളൊന്ന് ശ്രദ്ധയില്ലാതെ അശ്രദ്ധയോടെ കഴിഞ്ഞു പോകുന്ന ഒരു മാസമാണ്. നമ്മൾ അങ്ങനെ ആവരുത്. ജനങ്ങൾ അങ്ങനെ പലരും ഉണ്ടാകാം, നമ്മൾ അശ്രദ്ധയിലായി പോകരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? വരാനിരിക്കുന്ന മാസം റമളാനാണ്, എല്ലാവർക്കും അറിയും, നല്ലപോലെ ശ്രദ്ധിക്കും. എന്നാൽ റജബ് മാസം വരുമ്പോൾ അതിന്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് അതിലും ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ ശഅബാനിന് ഇങ്ങനെ ചില പോരിശകളും പ്രത്യേകതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ പോകരുത് എന്നർത്ഥം. അതുകൊണ്ട് ധാരാളക്കണക്കിന് പുണ്യങ്ങൾ ചെയ്യാൻ ഈ മാസത്തിൽ നമ്മൾ നല്ല ശ്രദ്ധയുള്ളവരാകണം. ദിക്റുകൾ വേണം, ദുആകൾ ഉണ്ടാവണം. വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കണം. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ ഉണ്ടാവുക. അല്ലാഹുവിലേക്ക് നല്ല ഭക്തിയോടെ താഴ്മയോടെ നന്നായി പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടാകണം. അങ്ങനെ നല്ല പരമാവധി ഉപയോഗപ്പെടുത്ത ഖുർആനിന്റെ ഓത്തിലും പഠനത്തിലും റമദാനിന്റെ 1-ാം തീയതിക്ക് കാത്തിരിക്കാതെ ഇന്നു തന്നെ അതിന്റെ പഠനവും പാരായണവും ആരംഭിക്കുകയും ശഅബാനിൽ ഓതിയതിന്റെ അതിനപ്പുറത്തേക്ക് 2 ഇരട്ടി ഓതാൻ പറ്റുമോ എന്ന് ശ്രമിക്കാനുള്ള പരിശീലന കളരിയാക്കി ഇതിനെ ഉപയോഗപ്പെടുത്തുക. മഹാന്മാരായ ഉലമാക്കന്മാർ ആ വിഷയം രേഖപ്പെടുത്തി പറയാണ്, സക്കരിയ നബി അലൈഹിസ്സലാമിന് സന്താനമില്ലാതെ വിഷമിച്ചു, മക്കളില്ലാതെ നല്ല പ്രയാസത്തിലായി. വാർദ്ധക്യത്തിന്റെ പ്രയാസം, ശരീരത്തിന്റെ ക്ഷീണം, തലമുടി നരച്ച അവസ്ഥ. എന്നാൽ ഒരു കുഞ്ഞ് വേണമെന്ന മോഹത്തിന് 1% പോലും കുറവില്ല. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചപ്പോൾ സക്കരിയ നബിന്റെ പ്രാർത്ഥനക്ക് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യാ, യഹ്യാ എന്ന പൊന്നുമോനെ കൊടുത്തു. വസ്ലഹ്നാ ലഹു സൗജ, അദ്ദേഹത്തിന്റെ ഭാര്യയെ നാം നന്നാക്കി തീർത്തു, അതിനെ പാകപ്പെടുത്തിയെടുത്തു. എന്താ കാരണം? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ സുഹൃതങ്ങളിൽ മുന്നോട്ട് വരുന്നവരായിരുന്നു. നല്ല നന്മ കിട്ടുന്നിടത്ത് ഉപയോഗപ്പെടുത്തും. വയദ്ഊനനാ റഗബൻ വറഹബ, പ്രതീക്ഷയോടെ ഭയത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, നമ്മളോട് ഭയങ്കര ഭക്തിയുള്ളവരായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് എങ്ങനെ ഉത്തരം കിട്ടിയത്? നല്ല ഭക്തിയുള്ളവരായിരുന്നു, റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരുന്നു, നല്ല കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് വരുന്നവരായിരുന്നു. ദുനിയാവിന്റെ തിരക്ക് പറഞ്ഞ് ദുനിയാവിന്റെ സ്വാർത്ഥമായ മോഹങ്ങളുടെ പിറകിലോടി ഖൈറാത്തുകൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കാം. മാത്രമല്ല, 4-ാമത്തെ കാര്യം ശഅബാൻ ശ്രദ്ധിക്കേണ്ടത്, നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ കഴിഞ്ഞ റമദാനിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അത് വീട്ടാൻ തിരക്ക് കാണിക്കേണ്ട മാസമാണ് ശഅബാൻ. യാത്രക്കാരനാകാം, രോഗിയാകാം, സ്ത്രീകളാണെങ്കിൽ അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട ഹൈലോ നിഫാസോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഒരു നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ പറയുന്നുണ്ട്, ശഅബാൻ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അത് ശഅബാന് പ്രത്യേകിച്ചും വീട്ടാനുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു.
എന്നാൽ ചിലർക്ക് അങ്ങനെ ഒരു നോമ്പ് നോറ്റ് വീട്ടാനുള്ള ഒരു അവസരവും കാണുന്നില്ല എങ്കിൽ ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞു വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. ഒരു നോമ്പിന് പകരമായി ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കണം. ആൾക്കാരോട് എത്ര കൊല്ലം പഠിപ്പിച്ചു കൊടുത്താലും സംശയം തീരൂല. ഒരു നോമ്പിന് പകരമായി ഒരു സാധുവിന് പൈസ കൊടുക്കണം എന്നല്ല, ഒരു സാധുവിന് എന്തെങ്കിലും കൊടുക്കണം എന്നല്ല, ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം. നോമ്പ് നോൽക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കലാണ് ഉത്തമം. ഇന്ന് സാധ്യമല്ലെങ്കിൽ ഒരു നോമ്പിന് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത് അതിന്റെ കടമങ്ങ് വീട്ടണം. പിന്നെ അയാൾ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടുകാരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ഷഅബാനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, റമദാൻ വരാൻ പോകുന്നു എന്നതിന്റെ കാരണം കൊണ്ട് തന്നെ അതിനു മുമ്പ് ഒരു മുന്നൊരുക്കം നമ്മൾ നന്നായി നടത്തണം. ഒരു ഒരുക്കം നമ്മൾ ഇപ്പോഴേ നമ്മുടെ മുമ്പിൽ ഒരുക്കങ്ങൾ ഉണ്ടാവണം. എൻ്റെ റമദാൻ കടയിലായി പോകരുത്. എൻ്റെ റമദാൻ മൊബൈലിലും സോഷ്യൽ മീഡിയയിലുമായി കുടുങ്ങിപ്പോകരുത്. എൻ്റെ റമദാൻ ഏതെങ്കിലും ടൂറോ പരിപാടികളോ വന്നുകൊണ്ട് അത് നഷ്ടപ്പെടരുത് എന്ന രൂപത്തിൽ നേരത്തെ പ്ലാൻ ചെയ്യാൻ മഹാനായ അംർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചരിത്രം എത്രയോ തവണ നമ്മൾ കേട്ടതാ. നല്ലൊരു കച്ചവടക്കാരനായിരുന്നു, നല്ല വിവരമുള്ള പണ്ഡിതനുമായിരുന്നു. ആ കച്ചവട തിരക്കിനിടയിൽ ഷഅബാൻ മാസം വന്നപ്പോൾ നേരെ കടണ്ട് കൂട്ടിയിടും. അധിക സമയവും കട ബന്ധാണ്. കട അടച്ചിടാനുള്ള കാരണം എന്താ? സ്റ്റാഫ് കുറഞ്ഞതുകൊണ്ടല്ല. കട അടച്ചിടാനുള്ള കാരണം എന്താ? കച്ചവടം കുറവായതുകൊണ്ടല്ല. ഷഅബാൻ അല്ലേ എന്ന കാരണം കൊണ്ട് കടയടച്ച് കൂടുതൽ സമയം ഖുർആൻ പാരായണങ്ങളിലേക്ക് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം കൊടുത്ത ഉപദേശം തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന്റെ മുമ്പേ തന്റെ മനസ്സിനെ നന്നാക്കിയ മനുഷ്യർക്ക് മംഗളാശംസകൾ. റമദാനിലല്ല, അതിന് മുമ്പേ തന്നെ നന്നാക്കിയെടുക്കുന്നവർ. ഒറ്റ കാര്യം കൂടി വെച്ചോ, ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ മഹാന്മാർ മുൻഗാമികൾ പറയാ, ഷഅബാൻ മാസം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, കൽ മുഖദ്ദിമതി ലി റമദാൻ. റമദാനിന്റെ ഒരു മുഖവുരയാണ് ഷഅബാൻ. ശുരിഅ ഫീഹി മാ യുശ്റഉ ഫീ റമദാൻ മിനസ് സിയാം. അതേ റമദാനിൽ നോമ്പുള്ളത് പോലെ ഷഅബാനിലും നന്നായി നോമ്പ് നോൽക്കുക. വഖിറാഅത്തിൽ ഖുർആൻ, നന്നായി ഖുർആൻ ഓതുക. ലിയഹ്സുല തഅഖുബ ലിതലഖ റമദാൻ. റമദാൻ വരുന്നതിന്റെ ഒരു മുന്നൊരുക്കമാകട്ടെ അത്. അല്ലാഹുവിനെ അനുസരിക്കാൻ ഒരു മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ നിനക്ക് വരട്ടെ. ഇമാം ഇബ്നു അഹ്മദ് റജബ് പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സറിഞ്ഞ ഇബാദത്തുകളിൽ, പുണ്യങ്ങളിൽ, തൗബകളിൽ മുന്നോട്ട് ഒഴുകി വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ അടുത്തുനിന്നുണ്ടാവണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.